രാജ്യത്തിൻ്റെ 18ാമത്തെ മന്ത്രിസഭ ആര് അലങ്കരിക്കണം എന്നത് വലിയ പ്രവചനങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വിധേയമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള ചർച്ചയും പ്രവചനങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. കേരളത്തിലും ആര് അധികാരത്തിലേക്ക് എത്തും, അത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA ആണോ, അല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധിയിലൂടെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമാണോ എന്ന ചർച്ചകൾ കാര്യമായ രീതിയിൽ പുരോഗമിക്കുമ്പോഴാണ് BBC അടക്കം അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളടക്കം ആ പ്രവചനങ്ങളും സർവേകളും ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ഭാരതിൻ്റെ എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാര്യമായ രീതിയിൽ BJP സർക്കാരിൻ്റെ വികസനങ്ങളെ മുൻപന്തിയിൽ കാട്ടുന്ന BJP അനുകൂല തരത്തിലേക്കുള്ള വാർത്തകൾ കാര്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന റിപ്പബ്ലിക് ഭാരതിൻ്റെ എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെയ് 27-ാം തീയതി 7:22 ട്വിറ്ററിലൂടെ റിപ്പബ്ലിക് ഭാരത് തങ്ങളുടെ ആദ്യ സർവേ എക്സിറ്റ് പോൾ സർവേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം പുറത്തുവിടുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ജൂൺ 4-ന് ആരായിരിക്കും ഈ രാജ്യത്തിൻ്റെ സർക്കാരിനെ നിയന്ത്രിക്കുവാൻ പോകുന്നത്? ജൂൺ 4-ാം തീയതി ആരായിരിക്കും ഈ രാജ്യത്തിൻ്റെ അധിപരായി മാറുവാൻ പോകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ 1,13,443 പേരാണ് റിപ്പബ്ലിക് ഭാരതിൻ്റെ മെയ് 27-ാം തീയതി എക്സിലൂടെ, അതായത് പഴയ ട്വിറ്ററിലൂടെ പുറത്തുവിട്ട ഈ എക്സിറ്റ് പോൾ സർവേയിൽ പ്രതികരിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞത്. അതിൽ 2 ഓപ്ഷനുകളായിരുന്നു അവർ നൽകിയത്. ഒന്ന് NDA, മറ്റൊന്ന് ഇന്ത്യ സഖ്യം. അവിടെ വോട്ട് ചെയ്തവരിൽ 65.2% പേരും പറയുന്നത് ഇന്ത്യ സഖ്യം, അതായത് 2 തവണ അടുപ്പിച്ച ഈ ഭാരതം ഭരിച്ച 2014-ലും 2019-ലും രാജ്യത്തിൻ്റെ അധികാരം കൈവെള്ളയിൽ സൂക്ഷിച്ച NDA സർക്കാർ ഭരണത്തിൽ നിന്ന് പോകും, മറിച്ച് ഇന്ത്യ സഖ്യം ഈ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുമെന്ന് 65.2% പേർ പറഞ്ഞപ്പോൾ 34.8% പേർ മാത്രമാണ് പറഞ്ഞത് NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന്. അതായത് രാജ്യത്തെ പല മാധ്യമങ്ങളുടെയും സർവേകൾ പുറത്തു വരുമ്പോൾ, പല വ്യക്തികളുടെ പ്രവചനങ്ങൾ പുറത്തു വരുമ്പോഴെല്ലാം 400-ലധികം സീറ്റുകളിൽ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് BJP അവകാശപ്പെടുമ്പോൾ, സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി BJP മുൻകൈയെടുത്ത് നടത്തുമ്പോൾ ഇവിടെ റിപ്പബ്ലിക് ഭാരതിൻ്റെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് ദയനീയമായ രീതിയിലേക്ക് BJPയുടെ പരാജയം ഉണ്ടാകുമെന്നാണ്. അത് 1,13,443 പേർ പങ്കെടുത്ത എക്സിറ്റ് പോൾ ഫലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സർവേകൾക്കെല്ലാം അപ്പുറത്താണ് ജനവിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിപ്പബ്ലിക് ഭാരതിനെ പോലെയുള്ള 1-2 മാധ്യമങ്ങൾ മാത്രമാണ് BJP സർക്കാർ അധികാരത്തിൽ എത്തില്ല എന്ന സർവേ ഫലം പറയുന്നത്. പക്ഷേ ഒട്ടുമിക്ക മാധ്യമങ്ങളും പറയുന്നത് കാര്യമായ രീതിയിൽ, അതായത് 2019-ൽ BJP നേടിയ സീറ്റുകൾക്ക് അത്രയും നേടില്ല എങ്കിൽ പോലും BJP തന്നെ അല്ലെങ്കിൽ NDA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. വീണ്ടും റിപ്പബ്ലിക് ഭാരത് ഒരു സർവേ നടത്തിയിരുന്നു. 486 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷമായിരുന്നു വീണ്ടും എക്സിൽ, അതേ പഴയ ട്വിറ്ററിൽ റിപ്പബ്ലിക് ഭാരത് വീണ്ടും ഒരു എക്സിറ്റ് പോൾ സർവേ ഇടുന്നത്. ഈ 486 സീറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും മുൻപിലെത്തുക എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അത് രണ്ടാമതും റിപ്പബ്ലിക് ഭാരത് മുൻപോട്ട് വെച്ചൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ ഓപ്ഷനായി അവർ വെച്ചിരുന്നത് BJP എന്നും കോൺഗ്രസ് എന്നുമായിരുന്നു. അതിൽ 77% പേരും പറഞ്ഞു കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന്. BJP അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞത് കേവലം 23% പേർ മാത്രമാണ്. അതായത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ആയിരിക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിനുമായി അധികാരത്തിലേക്ക് എത്തുക എന്ന് 77% പേർ പറയുമ്പോൾ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഒറ്റകക്ഷിയായി നിൽക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും. അല്ലെങ്കിൽ 486 സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഭൂരിപക്ഷത്തോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് NDA സർക്കാരാണെന്ന് പറയുന്നത് 23% പേർ മാത്രമാണ്. എന്തായാലും അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടി കരുതുന്ന ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് റിപ്പബ്ലിക് ഭാരതിൻ്റെ ഈ സർവേ ഫലം ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ 3-ാം തവണയും വീണ്ടും അധികാരത്തിലെത്തുമെന്നും 400 സീറ്റുകളിലധികം NDA സർക്കാർ നേടുമെന്നുമൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ NDAക്ക് 9-ാം തീയതി നരേന്ദ്രമോദിക്ക് വീണ്ടും 3-ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ നടത്തുവാനുള്ള വേദികൾ ഒരുക്കുന്ന NDAക്ക് അതിനേക്കാളൊക്കെ അപ്പുറത്താണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഭാരതിൻ്റെ ഈ സർവേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് ആത്മവിശ്വാസം. ഇനി ജനമാണ് തീരുമാനിക്കേണ്ടത് ആര് ഭരിക്കണം ഈ രാജ്യത്തെ എന്ന്.